പാവപ്പെട്ടവർക്കായിട്ട് പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരേപോലെയാണ് നടപ്പിലാക്കുന്നത്. ഒരു പദ്ധതിയും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. സാധാരണക്കാരെ അതുപോലെ പാവപ്പെട്ടവരെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളിലും ബഡ്ജറ്റിൽ അതിൻ്റെ തുക കണ്ടെത്തുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് സാമൂഹ്യമായ കാഴ്ചപ്പാടാണ്. നമ്മുടെ സമൂഹത്തിൽ വൃദ്ധർ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, അതുപോലെ വൃദ്ധർ കൂടുന്നു, അവരെ സംരക്ഷിക്കാനായിട്ട് ആളില്ലാത്ത അവസ്ഥ. ഇതിനായി ബഡ്ജറ്റിൽ ഒരു തുകയും കണ്ടെത്തുന്നില്ല. അതുപോലെ അഗതികളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും സർക്കാരുകൾ നടപ്പിലാക്കുന്നില്ല. അതിനുവേണ്ട തുക ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. വെറുതെ പെൻഷൻ കൊടുത്ത് അവർ സാമൂഹികമായ പ്രതിബദ്ധത ഉണ്ടെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ബധിരരും മൂകരുമായിട്ടുള്ളവരെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയും നടപ്പിലാക്കുന്നില്ല. അതുപോലെ അനാഥരെ സംരക്ഷിക്കാനായിട്ട്, മാനസിക രോഗികളെ സംരക്ഷിക്കാനായിട്ട്, അതുപോലെ ഈ എൻഡോസൾഫാൻ ബാധിതർക്കായിട്ട് ഇതുപോലെയുള്ള ഒരു പദ്ധതിയും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. കൊടുക്കുന്നുണ്ട് ചെറിയൊരു എയ്ഡ്. ഈ എയ്ഡ് കൊണ്ടൊന്നും ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ എന്തിനാണ് എതിർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളും പ്രൈവറ്റ് സ്ഥാപനങ്ങളും ചെന്ന് നോക്കി അതിൻ്റെ വ്യത്യാസം കാണാൻ നമുക്ക് സാധിക്കും. ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ആ പണം തട്ടിയെടുക്കുക എന്നല്ലാണ്ട് ഒരു കാര്യവും നടക്കില്ല. ഗവൺമെൻറ് മാനസികാരോഗ്യ കേന്ദ്രവും പ്രൈവറ്റ് ആരോഗ്യ കേന്ദ്രവും ചെന്ന് നോക്കിയാൽ നമുക്കത് ആ വ്യത്യാസം കാണാൻ സാധിക്കും. ഉദ്യോഗസ്ഥർ യാതൊന്നും ചെയ്യുകയില്ല. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടേതായ നിയമങ്ങളാണ് നടപ്പിലാക്കുന്നത്. അതുപോലെ ഇവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാനായിട്ട് സാധ്യതയില്ല. അതുപോലെ ആശുപത്രികളിൽ, ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രിയിൽ അത്യാധുനിക രീതിയിലുള്ള സംവിധാനം വന്നത് എവിടെ നിന്നാണ്? അവിടുത്തെ ഓരോ മെഷീനറികളും പല വിദേശത്തുള്ള സന്നദ്ധ സംഘടനകൾ സംഭാവന ചെയ്തതാണ്. അതുമൂലമാണ് നമ്മളെ നാട്ടിലൊക്കെ ആധുനിക ചികിത്സാ രീതികൾ വന്നത്. പക്ഷെ പല ഹോസ്പിറ്റലിലും അന്യായ ചാർജ് മേടിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അതിലേക്കല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതുപോലെ പല മിഷണറി ഹോസ്പിറ്റലുകളിലും ചികിത്സ കുറഞ്ഞ ചെലവിൽ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അതേപോലെ മിഷനറികൾ ഇറക്കിയിട്ട് ഉയർന്ന ചികിത്സ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ FCRA നിയമം വഴി ഈ ന്യൂനപക്ഷങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട്. ഇതെല്ലാം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും ഈ മിഷൻ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് ഇവിടെ ആധുനിക രീതിയൊന്നും സമാജാതമാക്കാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ് പ്രൈവറ്റ് മേഖലയിലേക്ക് ആളുകൾ പോകുന്നത്? അവിടെ അത്യാധുനിക ചികിത്സാ രീതികളും നൂതന ചികിത്സാ രീതികളുമാണ് വെച്ചിരിക്കുന്നത്. അതിന് പ്രധാന കാരണം ഇതുപോലെ വിദേശത്ത് നിന്ന് പല രീതിയിലും ഫണ്ടുകൾ പല സന്നദ്ധ സംഘടനകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പൂട്ടിടാൻ തുടങ്ങി കഴിഞ്ഞാൽ വല്ലാതൊരു സാമൂഹിക അപജയമാണ് നടക്കാൻ പോകുന്നത്. സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ ഗീർവാണം അടിച്ചിട്ട് കാര്യമില്ല. ബഡ്ജറ്റിൽ അതിൻ്റെ തുക കണ്ടെത്തണം. അതുപോലെ ആഭ്യന്തരമായ സംഭാവനകൾ കൊണ്ടൊന്നും ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ട് നടക്കാൻ പറ്റില്ല. കാരണം ഓരോ മെഷീനറികൾക്കൊക്കെ അന്യായ വിലയാണ്. ഈ വിലയൊന്നും നമുക്കൊന്നും അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബഡ്ജറ്റിൽ അതിന് പ്രത്യേക തുക കണ്ടെത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ വിദ്യാലയങ്ങൾ, ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം
വിദേശ ഫണ്ട് ഉപയോഗിച്ചാണ് പലരും നടപ്പിലാക്കുന്നത്. ഇതൊന്നും സർക്കാരുകൾക്ക് ഒരു ചിന്തയില്ല. ഇതിനെക്കുറിച്ച് സാമൂഹിക ഉന്നമനത്തിന് ഒരു ചിന്തയുമില്ല. അതിനു വേണ്ടിയിട്ട് ഒരു ചെലവും അതുപോലെ ഒരു നല്ല രീതിയിലുള്ള ബഡ്ജറ്റൊന്നും ഒരു സർക്കാരും നടപ്പിലാക്കുന്നില്ല. അതാണ് ഇതിൻ്റെ വലിയൊരു പ്രശ്നം.